ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു ചീരത്തോനെ തുടങ്ങിയാൽ ഇന്നത്തെ ഉച്ചയൂണ്. ബാക്കി കറിയൊക്കെ വെന്തു കേട്ടോ. അന്നേരം ചീരത്തോനെ പക്ഷേ ഉഴുന്നിടാൻ ഞാനങ്ങ് മറന്നുപോയി. പെട്ടെന്ന് ധൃതി പിടിച്ച് ഇതൊരു 12:45 ആയപ്പോഴത്തേക്കായിരുന്നു പെട്ടെന്ന് എടുത്തത്. അന്നേരം ചീര കെട്ടി പെട്ടെന്ന് തോരൻ വെച്ചത്. അന്നേരം ഇത് തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പം കടുകൊക്കെ പൊട്ടി വന്നു. ചീര അങ്ങോട്ട് ഇട്ട് നല്ല ചീര കേട്ടോ. ഒരു പിടി ചീരയ്ക്ക് 40 രൂപ. ആ ഒരു 40 രൂപയുടെ ചീര നമുക്ക് 2 തോരൻ വെക്കാനുണ്ട്. നല്ല കളറും തോരൻ വെച്ചാൽ അത് കുറയത്തതേ ഇല്ല, നന്നായിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ കുറച്ച് ചീര ഇട്ടിട്ടുണ്ട്. അന്നേരം കുറച്ച് ഉപ്പും ആദ്യം ചതച്ച് വെച്ചതും കൂടെ ഇട്ടു. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല പൊളിക്കാച്ചി ചീര കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ചുമന്ന ചീര കഴിക്കുന്നത്. പിന്നെ നമുക്ക് ആ പാത്രം കഴുകി കുറച്ച് ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് ആക്കി ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വീഴും കേട്ടോ. അതിനകത്ത് കുറഞ്ഞിട്ടേ ഇല്ല, നല്ല ചീര, നല്ല ടേസ്റ്റ്. ഒരു ചീരത്തോരനും ഒരു ചമ്മന്തി, ഒരു മാങ്ങാച്ചാറോ നാരങ്ങാച്ചാറോ ചേർത്തൊരു പൊതി കെട്ടി വെച്ചിട്ടൊന്ന് കഴിക്കണേ, എന്നാ ടേസ്റ്റ്. ഓ പൊളി. വായിൽ കൂടി കപ്പലോടുന്നു കണ്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല കളറുണ്ട് ഇതിന് കേട്ടോ. കുറഞ്ഞിട്ടേ ഇല്ല. അത്രയും തോരൻ വെച്ചത് അത്രയും തന്നെ ഉണ്ട് ചീര അരിഞ്ഞത്. കേട്ടോ ഞെക്കി കാണിച്ചെന്താണെന്നറിയോ, ആ ഒരു കളറാണ് ചീര കേട്ടോ. നല്ല കളറുള്ള ചീര. എനിക്ക് ചുമന്ന ചീര ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കളറൊക്കെ പണ്ട് സ്കൂൾ കാലത്തൊക്കെ നമ്മൾ ചുമന്ന ചീരയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉച്ചയാകുമ്പോഴത്തെ ആ കളറൊക്കെ ഇരിക്കും, എന്നാ ടേസ്റ്റ്. ഇത് ചെങ്കലോ മീൻ, ഇന്നലെ കറി വെച്ച മീൻ കേട്ടോ. ഇത് നല്ല പുളിക്കാച്ചി, നല്ല എരിയും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ വെച്ചത് പച്ചടി വെച്ചു. ഇത് മത്തങ്ങ അല്ല, കുമ്പളങ്ങ പച്ചടി, കുമ്പളങ്ങ പച്ചടി. ഇതാകുമ്പം പച്ചടി ആകുമ്പോൾ 2 ദിവസത്തേക്കാണ്. ഇവിടെ പച്ചടി ഇഞ്ചിക്കറിയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം ഇഞ്ചിക്കറിയും വെച്ചു, തേങ്ങയൊക്കെ അരച്ച് നല്ല പുളിക്കാച്ചി ഇഞ്ചിക്കറി. അപ്പം ഇതെന്തായാലും 2 ദിവസത്തേക്ക് കാണുമല്ലോ. പിന്നെ ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാം കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഞാൻ വാങ്ങിച്ച കേട്ടോ, ക്രേപ്പാണ്. നല്ല സിൽക്കി പോലത്തെ, കോട്ടൺ അല്ല കേട്ടോ. 600 സംതിങ് രൂപയുള്ളൂ. 5 ടോപ്പ്. ഞാൻ വീട്ടിൽ ഇടാൻ വേണ്ടി മേടിച്ച, പക്ഷേ ഇതെങ്ങനെ വീട്ടിൽ ഇടുമെന്ന് ചിന്ത. കാരണം അത്രയ്ക്ക് നല്ല ടോപ്പാണ് കേട്ടോ. നല്ല കളറും ഒരേപോലെ 2 ഉണ്ട്. പക്ഷേ ഇച്ചിരി കളറിന് വ്യത്യാസം ഉണ്ടെന്നാലും നല്ലതായി. ഇപ്പോൾ എൻ്റെ ചിന്ത, ഞാനിത് എങ്ങനെ വീട്ടിൽ ഇടുന്നു ഇത്രയും നല്ല ടോപ്പൊക്കെ. എന്നാലും ഞാനിതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ പറയാം കേട്ടോ. നോക്കിയാൽ മതി, ഈ വീഡിയോയുടെ താഴെയായിട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യും കേട്ടോ. നല്ല ടോപ്പാണ് കേട്ടോ. ഞാൻ XXL മേടിച്ചത്. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.